ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് രാഘവേട്ടനെ കാണാതെ വിഷ്ണുവും ഭാമയും കൂടെ അവിടെയൊക്കെ തെരഞ്ഞു നടക്കാണ്. എവിടെ അന്വേഷിച്ചിട്ടും രാഘവേട്ടനെ കാണുന്നില്ല. വിളിക്കുമ്പോ രാഘവേട്ടൻ വിളിയും കേൾക്കുന്നില്ല. അങ്ങനെ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. ഒരു പഴയ തറവാട് വീടാണല്ലോ. അങ്ങനെ പോയി നോക്കുമ്പോ ഉണ്ടാവും ഒരു സ്ഥലത്ത് നിലത്തിരുന്ന് രാഘവേട്ടൻ എന്തോ കഴിക്കുന്നേ, പഴംപൊരിയോ അങ്ങനെ എന്തോ ആണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോ വിഷ്ണുവും ഭാമയും ഞെട്ടുന്നുണ്ട്. അച്ഛനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്ന വിഷ്ണുവിന് അത് വളരെ സങ്കടമായിട്ടുണ്ട്. പിന്നീട് വിഷ്ണു സങ്കടത്തോടു കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നൂർജഹാൻ വരികയാണ്. അങ്ങനെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നൂർജഹാന്റെ അടുത്ത് പറയണേ, രാഘവേട്ടനെ ആ ഡോക്ടർ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണം, പക്ഷെ അതിനുള്ള പണം ഞാൻ എങ്ങനെ സംഘടിപ്പിക്കും എന്നിങ്ങനെ വളരെ സങ്കടത്തോടെ പറയുമ്പോ നൂർജഹാനാണ് പറയുന്നത്, നമുക്ക് ആ ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്താലോ സത്യമേ. അത് ഭാമയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും വേറെ നിവർത്തിയില്ലാതെ ആ ഫുഡ് മത്സരത്തില് ഭാമ രാഘവേട്ടന് വേണ്ടി പങ്കെടുക്കാൻ തയ്യാറാവാണേ. ഇതൊന്നും അറിയാതെ ശാലിനിയോട് ശാരദാമ്മ ആ ഫുഡ് കോമ്പറ്റീഷന്റെ കാര്യം കുറുപ്പ് സാറ് ആ സാബു സാറിനെ അങ്ങോട്ട് കൊണ്ടുവന്നതും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ റിക്വസ്റ്റ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണേ. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ശാരദാമ്മയ്ക്ക് താല്പര്യം ഉണ്ടെന്ന് ശാലിനിക്ക് മനസ്സിലായിട്ടാണോ അതോ ഇനി നല്ലൊരു പ്രോഗ്രാം ആയതുകൊണ്ടാണോ എന്നറിയില്ല. ശാലിനി ശാരദാമ്മയോട് പറയും, അമ്മേ എനിക്കൊരാഗ്രഹം, അമ്മ അതിൽ പങ്കെടുക്കണം എന്ന് ശാലിനി പറയണേ. അയ്യോ വേണ്ട മോളെ എന്ന് ശാരദാമ്മ പറയുന്നുണ്ടെങ്കിലും ശാലിനി എന്തായാലും ശാരദാമ്മയെ കൊണ്ട് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ശാലിനിയാണോ എന്ന് അറിയില്ലല്ലോ. ശാലിനിയുടെ കൈ കൊണ്ട് അമ്മയ്ക്ക് സമ്മാനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ശാലിനി ഇങ്ങനെ പറയുന്നതെന്നും അറിയില്ല. അതേസമയം പിന്നീട് കാണിക്കുന്നത് ഒരു സ്ഥലത്ത്, അതായത് സുസ്മിത അവിടെ വീട്ടിലിരുന്ന് പാചക മത്സരത്തിന്റെ ബുക്ക്, അതായത് പാചകറാണി എന്നുള്ള ബുക്കൊക്കെ വായിച്ചു പഠിക്കുകയാണ്, ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഇത് കാണുന്ന ജഗതി പറയും, പാചക മത്സരത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം, ഇങ്ങനെ വായിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല, സുസു ജയിക്കാൻ പോകുന്നില്ല. ഇത് കേൾക്കുമ്പോ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് സുസ്മിത ജഗദീപ് പറയുന്ന പോലെ പാചകമൊക്കെ ചെയ്ത് നോക്കോ എന്താണെന്നറിയില്ല. നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇനി വരാൻ പോകുന്നത് 3 പേര് തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇതിൽ ശാരദാമ്മ ഒരു പക്ഷേ പിന്തിരിഞ്ഞേക്കാം, പക്ഷെ ഭാമ അത് വാശി തന്നെയാണ്. ഇനി ഭാമയും ശാരദാമ്മയും സുസ്മിത പറഞ്ഞതുപോലെ ഇവിടെ വെച്ച് ഒന്നാവുമെന്ന് അറിയില്ല. എന്തായാലും സുസ്മിതയ്ക്ക് വിജയം ഉണ്ടാവരുതെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്